ഒരു സഹോദരൻ, നമ്മുടെ സഹോദരൻ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. ആ ഓർമ്മകളെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ ഒരു കുട്ടിയുടെ പാടിയത്. ഒരു മണിക്കൂർ ഒരു പക്ഷേ നിങ്ങൾ അനുസ്മരണ പ്രഭാഷണം നടത്തിയാലും നമുക്കൊരിക്കലും അത്രമാത്രം ആ വേർപാട് ഹൃദ്യമാവില്ല. സംഗീതത്തിനും സാഹിത്യത്തിനും ഒക്കെ വലിയ ഒരു പങ്കുണ്ട് നമ്മുടെ ജീവിതത്തിൽ. പക്ഷെ ഇസ്ലാം എന്ന് പറയുന്നത് എല്ലാം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിലും എല്ലാത്തിനും മിതത്വമുള്ള ഒരു രീതിയാണ്. അതിരുകൾ കടക്കാതെ ജീവിതത്തെ സൂക്ഷിക്കുമ്പോഴാണ് യഥാർത്ഥ വിശ്വാസി ഉണ്ടാകുന്നത്. കലയിലായാലും സംസ്കാരത്തിലായാലും മറ്റേതിലായാലും ഈ അതിരുകൾ പാലിക്കാൻ വിശ്വാസികൾ നിർബന്ധിതരാണ്. പലപ്പോഴും കലയുടെ രീതികൾക്ക് ഇസ്ലാം എതിരാണ് എന്ന ധാരണ വരുന്നത് കല നമ്മുടെ ജീവിതത്തിൽ നമ്മെ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യങ്ങളിൽ നിന്ന് പിരിച്ചയക്കാൻ മാത്രം ഇടപെടുമ്പോഴാണ്. യഥാർത്ഥ ജീവിതത്തിൽ നമ്മളെ പിരിച്ചയക്കാൻ മാത്രം ഇടപെടുമ്പോഴാണ് നമ്മൾ പലപ്പോഴും കലയുടെ അതതിൻ്റെ സംസ്കാരത്തിൻ്റെ അതിരുകൾ ലംഘിക്കുമ്പോഴാണ് നമ്മൾ പലപ്പോഴും അതിനോട് വിയോജിക്കുന്നത്. വിശ്വാസികൾക്ക് ദഅവത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു നിർബന്ധിതമായ കാര്യമാണ്. ദഅവത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ നാട്ടിൽ പലപ്പോഴും വരുന്ന ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ധാരണ എന്താണെന്ന് വെച്ചാൽ, ദഅവത്ത് മുസ്ലിയാക്കന്മാരുടെ മാത്രം പരിപാടിയാണെന്ന്, ബാക്കിയുള്ളവർ അവർക്ക് ശമ്പളം കൊടുക്കാനുള്ള ഏർപ്പാടൊന്നാണ്. അങ്ങനെയല്ല ഇസ്ലാമിനകത്ത്. ഇസ്ലാമിനകത്ത് ദഅവത്ത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ കഴിവുകളെയും ഉപയോഗിച്ചുകൊണ്ട് ദഅവത്ത് നടത്തണം. പാട്ടുപാടാൻ കഴിയുന്നവൻ, എഴുതാൻ കഴിയുന്നവൻ, വരക്കാൻ കഴിയുന്നവൻ, കച്ചവടം ചെയ്യാൻ അള്ളാഹു പ്രാഗൽഭ്യം തന്നിട്ടുള്ളവൻ, പ്രസംഗിക്കാൻ അള്ളാഹു കഴിവ് തന്നിട്ടുള്ളവൻ, ജീവിതത്തിന്റെ ഏത് മേഖലയിലാണോ നിങ്ങൾ പ്രവർത്തിക്കുന്നത് അവിടെയൊക്കെ ദഅവത്തിന്റെ ഒരു സാധ്യതയുണ്ട്. നമുക്ക് അള്ളാഹു ഒരു വരദാനം പോലെ മനോഹരമായി പാടാനാവുക എന്നത്, മനോഹരമായി എഴുതാനാവുക എന്നത്, മനോഹരമായി സംസാരിക്കാനാവുക എന്നത് അള്ളാഹു നൽകിയിട്ടുള്ള വരദാനമാണ്. അതിനെ അള്ളാഹുവിനെ കുറിച്ച് ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള അവസരമാക്കി ഉപയോഗിക്കാൻ നമുക്കൊക്കെ കഴിയണം. അങ്ങനെ കഴിയുമ്പോഴാണ് ആ ദഅവത്തിന്റെ സാധ്യതയെ നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ള എല്ലാ കലാകാരന്മാരും കഴിവുള്ളവരും അത്തരത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്താൻ കഴിയണം. ചുവടുകൾ ചിട്ടപ്പെടുത്തുമ്പോൾ നൃത്തമുണ്ടാകുമെന്നാണ്, വാക്കുകൾ ഒരുക്കി വെക്കുമ്പോൾ കവിതയുണ്ടാകുമെന്നാണ്, സ്വരത്തെ സാരസപ്പെടുത്തുമ്പോൾ സംഗീതമുണ്ടാകുമെന്നാണ്, വർണ്ണങ്ങളെ ചാലിക്കുമ്പോൾ ചിത്രമുണ്ടാകുമെന്നാണ്, ഭാവത്തെ അന്വയിപ്പിക്കുമ്പോൾ അഭിനയമുണ്ടാകുമെന്നാണ്. പറയുന്ന പോലെ തന്നെയാണ് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ആ ജീവിതത്തെ നന്മയുടെ രൂപത്തിൽ സ്വാംശീകരിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ പരലോകത്തിലെ സ്വർഗവും നമുക്ക് ലഭ്യമാവുകയുള്ളൂ. അതിനുതകുന്ന വിധത്തിലാവട്ടെ ഈ പ്രവർത്തനവും ഈ സമ്മേളനവും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും.